പാണ്ഡ്യ പോയപ്പോൾ ഗുജറാത്ത് ഡൗൺ ആയിരിക്കുകയാണ്. ഇന്ന് നടന്ന രണ്ടാമത്തെ മാച്ചിൽ ലക്നൌവുമായിട്ട് ഇപ്പോൾ ഗുജറാത്ത് തോറ്റിരിക്കുകയാണ്. നാണംകെട്ട തോൽവിയാണ് ഗുജറാത്ത് ഏറ്റുവാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ലക്നൗ ഗുജറാത്ത് മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലക്നൗ ആണെങ്കിൽ മെല്ലെയാണ് ഇന്ന് കളിച്ചത്. രാഹുലൊക്കെ ടെസ്റ്റ് പോലെയാണ് കളിച്ചത്. 31 ബോളിൽ 31 റൺസാണ് രാഹുൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ലക്നൗ ഇന്ന് കളി തോൽക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. സ്റ്റോയിനസ് മാത്രമാണ് ലക്നൗ ടീമിൽ ഇന്ന് കളിച്ചത്. അങ്ങനെ ലക്നൗ 20 ഓവറിൽ 163 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ലക്നൗ കളി ജയിച്ചു. ഗുജറാത്ത് ഇതുപോലത്തെ മോശം കളി കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. 130 റൺസിൽ ഗുജറാത്ത് ഓൾ ഔട്ടായി. കഴിഞ്ഞ കൊല്ലം ഫൈനലിൽ കളിച്ച ടീമാണ് ഗുജറാത്ത്. എന്നാൽ ഇപ്പോൾ അവർ ഡൗൺ ആണ്. പാണ്ഡ്യ പോയ ശേഷം ഗുജറാത്തിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ശുഭ്മാൻ ഗില്ലാണെങ്കിൽ ക്യാപ്റ്റൻസി എന്താണെന്ന് പോലും അറിയുന്നില്ല. ഗില്ല് ചെയ്യുന്നതെല്ലാം തന്നെ അബദ്ധങ്ങളാണ്. ഗുജറാത്ത് ടീമിൽ സായ് സുദർശൻ മാത്രമാണ് ഒന്ന് കളിച്ചത്. അതുപോലെ രാഹുൽ ത്രിപാഠിയും. ബാക്കി എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. 130 റൺസിൽ ഗുജറാത്ത് ഓൾ ഔട്ട് ആകണമെങ്കിൽ എത്ര മോശം കളിയായിരിക്കും അവർ കാഴ്ചവെച്ചത്. ലക്നൌവിനാണെങ്കിൽ ആകെ കൂടി 161 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈസി ആയിട്ട് ഗുജറാത്തിനെ ജയിക്കാമായിരുന്നു. എന്നിട്ടും ഗുജറാത്ത് കളി തോറ്റു. ഇങ്ങനെ തന്നെ ഗുജറാത്ത് മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം ഗുജറാത്ത് പ്ലേ ഓഫ് പോലും കാണില്ലെന്നത് ഉറപ്പാണ്. അത്രയ്ക്ക് മോശം കളിയാണ് ഗുജറാത്ത് കാഴ്ചവെക്കുന്നത്. ലക്നൌവിൻ്റെ കളിയും ഇന്ന് മോശമായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവർ കളി ജയിച്ചു. രാഹുലൊക്കെ മെല്ലെയാണ് കളിക്കുന്നത്. രാഹുൽ T20യിൽ ടെസ്റ്റ് പോലെ കളിക്കുന്നു. അതുകൊണ്ട് ആരാധകർക്ക് വിമർശനമുണ്ട്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മോശം കളിയാണ് രണ്ട് ടീമും ഇന്ന് പുറത്തെടുത്തത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.